ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ സബ്മേഴ്സിബിൾ പമ്പുകളും അതുപോലെ തന്നെ എയർ പമ്പുകളുമായിട്ട് ചെറിയൊരു കമ്പാരിസൺ ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എന്നാൽ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സബ്മേഴ്സിബിൾ പമ്പുകൾ നമുക്കറിയാം ചെറിയ അക്വേറിയങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ഹോബിയൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ ആണ് പല കാര്യങ്ങൾക്കും. പക്ഷേ അത് വലിയ സ്പേസിൽ സ്യൂട്ടബിൾ ആണോ എന്നുള്ളത്, എന്തുകൊണ്ടാണ് സ്യൂട്ടബിൾ അല്ലാത്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേസമയം എയർ പമ്പുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്പേസ് ആയിട്ടുള്ള അക്വേറിയങ്ങളിൽ ഹോബി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഔട്ട്ഡോർ ടാങ്കുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വലിയ സ്പേസുകളിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എയർ പമ്പുകൾ തന്നെയാണ്. ഉദാഹരണത്തിന് വലിയ പോണ്ടുകളിൽ ബൾക്കായിട്ടൊക്കെ മീനുകളെ വളർത്തുമ്പോൾ നട്ടർ അല്ലെങ്കിൽ ആസാം വാള, തിലാപ്പിയ പോലുള്ള മീനുകളൊക്കെ വളർത്തുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് എയർ പമ്പുകളാണ്. എന്തുകൊണ്ടാണ് സബ്മേഴ്സിബിൾ പമ്പുകൾ ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ എയർ പമ്പുകൾ യൂസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് സബ്മേഴ്സിബിൾ പമ്പുകളെയും അതുപോലെ തന്നെ എയർ പമ്പുകളെ കുറിച്ചൊക്കെ പറയാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ 2 കണ്ടെയ്നറിലായിട്ട് സബ്മേഴ്സിബിൾ പമ്പ് അതുപോലെ എയർ പമ്പും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ട് സബ്മേഴ്സിബിൾ പമ്പുകളുടെ ബെനിഫിറ്റിനെ കുറിച്ച് പറയാം, അതിനുശേഷം ഞാൻ എയർ പമ്പുകളെ കുറിച്ച് പറയാം. ഇപ്പോൾ സബ്മേഴ്സിബിൾ പമ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ആണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കത് എയറേഷന് വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യാം, ഫൗണ്ടനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു സബ്മേഴ്സിബിൾ പമ്പാണ്. ഇത് ഫിൽട്ടർ പമ്പാണ്, ഇത് 5 വാട്ടിൻ്റെയാണ്. എയർ പമ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സബ്മേഴ്സിബിൾ പമ്പുകൾക്ക് ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലേക്ക് ഈ കാണുന്ന എയർ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുമ്പോൾ അതിൽ കൂടി ബബിൾസും പുറത്തേക്ക് വരുന്നുണ്ട്, അതായത് വെള്ളത്തിലേക്ക് എയറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ആ ഒരു ഫിൽട്ടർ ബോക്സിനകത്ത് കൂടെ വെള്ളം ഫിൽട്ടർ ആയിട്ടാണ് ഈ ഒരു വെള്ളം ഈ ഒരു ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ അതുമൂലമാണ് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അക്വേറിയത്തിലുള്ള അഴുക്ക് മുഴുവൻ ക്ലീൻ ആവുന്നത്. ഇങ്ങനെ വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അഴുക്ക് കാര്യങ്ങളെല്ലാം ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഈ ഒരു സ്പോഞ്ചിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത്. അല്ലാതെ സർക്കുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഫിൽട്ടർ പമ്പിന് പ്രോപ്പറായിട്ടുള്ള ആ ഒരു മെക്കാനിക്കൽ ഫിൽട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. സർക്കുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സബ്മേഴ്സിബിൾ പമ്പ് എവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിന് ചുറ്റുവട്ടത്തുള്ള അഴുക്ക് മാത്രമാണ് ക്ലീൻ ആവുന്നത്. ഇതുപോലെ വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സർക്കുലേഷൻ, ആ റൊട്ടേഷനാണ് ഈ അഴുക്കിനെ എല്ലാ സൈഡിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് സർക്കുലേറ്റ് ചെയ്ത് ഈ ഒരു സ്പോഞ്ചിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്താണ് അത് ഉള്ളിലേക്ക് വലിഞ്ഞു കയറി വെള്ളം ഫിൽട്ടർ ആവുന്നത്. അതുകൊണ്ടാണ് ഫിൽട്ടർ പമ്പ് നമ്മൾ കുറച്ച് നേരം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ക്ലിയർ ആവുന്നത്. അപ്പോൾ ജസ്റ്റ് സർക്കുലേറ്റ് ചെയ്ത് അഴുക്ക് വലിച്ച് എടുത്ത് ഇത് ക്ലീൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇതുപോലെ എയറേഷൻ കൊടുക്കുന്ന സമയത്ത്, എയർ ട്യൂബ് കണക്ട് ചെയ്ത് എയറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്ന ഓക്സിജൻ ഫിഷ് ടാങ്കിൻ്റെ എല്ലാ മുക്കിലും മൂലയ്ക്കും എത്തിക്കുന്നതും ഈ ഒരു സർക്കുലേഷൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ എയർ പമ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി വെള്ളം നല്ല രീതിയിൽ ഫിൽട്ടർ ആവുന്നു, അതേസമയം ഓക്സിജൻ ഫിഷ് ടാങ്കിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തുന്നു എന്നുള്ളതാണ്, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇത്തരത്തിൽ അക്വേറിയങ്ങളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ചെറിയ സബ്മേഴ്സിബിൾ പമ്പുകൾ മാത്രമല്ല, വലിയ പമ്പുകൾ 60 വാട്ടിൻ്റെ 100 വാട്ടിൻ്റെ 150 വാട്ടിൻ്റെ ഒക്കെ സൺസൺ, ബോയു, വീനസ് ഒക്കെ പോലുള്ള ബ്രാൻഡുകളുടെ ഔട്ട്ഡോർ ടാങ്കിലൊക്കെ സെറ്റ് ചെയ്യുന്ന പമ്പുകൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർഫസ് എജിറ്റേഷൻ വഴി നല്ല രീതിയിൽ വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യും. അത് വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ആവുന്നത് വഴി നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും സർക്കുലേറ്റ് ആവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഒരു ടാങ്കിൻ്റെ ഏതെങ്കിലും മൂലയിൽ കൊണ്ട് ഫിറ്റ് ചെയ്താലും അത് ആ പണി ചെയ്യും എന്നുള്ളതാണ്. കൃത്യമായിട്ട് സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ട് എയറേഷനും ഫിൽട്രേഷനും എല്ലാം കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യും, നമ്മളിപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവച്ചാലും. അതേസമയം എയർ പമ്പുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഇതുപോലെ എയർ സ്റ്റോൺ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ആ ഒരു ഏരിയയിലായിരിക്കും കൂടുതലും എയറേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫിഷ് ടാങ്ക് ആണെന്ന് വിചാരിക്കുക, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫിഷ് ടാങ്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ മൂലയിൽ ഇതുപോലെ എയർ സ്റ്റോൺ കൊണ്ട് വെച്ചേക്കാണ്. അപ്പോൾ എയർ ബബിൾസ് ഇങ്ങനെ പോകുമ്പോൾ ഒരു മധ്യഭാഗം വരെയുള്ള ഒരു ഏരിയ മാത്രമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് എയർ സർക്കുലേഷൻ ഇല്ല, വളരെ കുറവാണ്. അതായത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് സബ്മേഴ്സിബിൾ പമ്പുകളുടെ പോലെ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എയർ പമ്പുകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് കുറച്ച് വലിയ ടാങ്കുകളിലൊക്കെ എപ്പോഴും എയർ സ്റ്റോൺ കൊടുക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ കണക്ഷൻസ് എടുത്തിട്ട് പല സ്ഥലത്തേക്കും ഈ എക്സ്റ്റൻഷൻ കൊടുക്കും. അതായത് വലിയ കുളങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മൾട്ടിപ്പിൾ കണക്ഷൻസ് എടുത്തിട്ടുണ്ടാവും എയർ പമ്പിൽ നിന്ന്, എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് ഈ എയർ സ്റ്റോൺ ഇട്ടിട്ടുണ്ടാവും, ഡിവൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പല ഭാഗങ്ങളിലേക്കും എയർ സപ്ലൈ അല്ലെങ്കിൽ ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സബ്മേഴ്സിബിൾ പമ്പുകൾ സർക്കുലേഷൻ ചെയ്യുന്നുണ്ട്, ഇതേപോലെ പുഷ് ചെയ്ത് വെള്ളം എല്ലായിടത്തേക്കും എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ടാങ്കിൻ്റെ എല്ലാ മൂലയിലും മുക്കിലും മൂലയിലും എത്തും. അതേസമയം എയർ പമ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു കോർണറിൽ കൊടുത്താൽ ആ ഒരു കോർണറിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടാങ്കിൻ്റെ ഒരു മധ്യഭാഗം വരെയൊക്കെ ആയിരിക്കും പ്രോപ്പറായിട്ട് എയർ സർക്കുലേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് മൾട്ടിപ്പിൾ കണക്ഷൻസ് എടുത്തിട്ട് ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എയർ സ്റ്റോൺ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഇതിൽ ഇഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും സബ്മേഴ്സിബിൾ പമ്പാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പക്ഷേ നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മേഴ്സിബിൾ പമ്പുകൾ എപ്പോഴും പവർ കൺസംഷൻ കൂടുതലായിരിക്കും, വാട്ടേജ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പ്രൈസും കൂടുതലായിരിക്കും. ഈ സബ്മേഴ്സിബിൾ പമ്പുകളുടെ ഒരു പകുതി പ്രൈസ് അല്ലെങ്കിൽ പകുതി താഴെ പ്രൈസേ ഉണ്ടായിരിക്കുള്ളൂ എയർ പമ്പുകൾ വാങ്ങാനായിട്ട്. അതായത് ചീപ്പാണ്, അതേസമയം പവർ കൺസംഷൻ കുറവാണ്. ഇപ്പോൾ അക്വേറിയങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന എയർ പമ്പ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൈസാണെങ്കിൽ 2.5 വാട്ടാണ് വരുന്നത്. അതിന് വെറും 130 രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത്. ഇനി ഡബിൾ വാൽവ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഡബിൾ പ്രൈസ് ആയിരിക്കും, ഈ പറയുന്ന പോലെ 200-250 ഒക്കെ ആയിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോഴും സബ്മേഴ്സിബിൾ പമ്പുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർ പമ്പുകൾ ചീപ്പ് തന്നെയാണ്. നമ്മൾ കാണിച്ച സബ്മേഴ്സിബിൾ പമ്പ് ഏറ്റവും ചെറിയ സൈസാണ്, അതിനാണ് ഈ ഒരു 200-250 പ്രൈസ് വരുന്നത്. ബാക്കി ഇനി വാട്ടേജ് മോഡലൊക്കെ പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് പ്രൈസ് റേഞ്ചും കൂടുതലാണ്. ഉദാഹരണത്തിന് സൺസണ്ണിൻ്റെ JTP സീരീസിലൊക്കെ വരുന്ന സബ്മേഴ്സിബിൾ പമ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7000, 8000, പിന്നെ അങ്ങോട്ട് മുകളിലേക്കും വേറെ മോഡലുകൾ വരുന്നുണ്ട്. ആ ടോപ്പ് മോഡലുകളുടെ പ്രൈസിന് നമുക്ക് ഈ ഒരു എയർ പമ്പുകളിൽ ഏറ്റവും ബെസ്റ്റ് മോഡൽ കിട്ടും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയിലിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ HAP സീരീസിലൊക്കെ വരുന്ന എയർ പമ്പുകൾ 120 വാട്ടിൻ്റെയൊക്കെയാണ് വരുന്നത്. 120 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ എയർ പമ്പിനാണ് ഈ 120 വാട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് താഴെ 60 വാട്ടിൻ്റെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് വലിയ കുളങ്ങളിലേക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ വെറും 120 വാട്ടിനൊക്കെ നമുക്ക് എയർ പമ്പ് കിട്ടും. അതിൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു മാക്സിമം 8000, 10000 ഒക്കെയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ സബ്മേഴ്സിബിൾ പമ്പുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും വലിയൊരു എയർ പമ്പ്, ആ ഒരു HAP സീരീസിൽ വരുന്ന ഹേലിയയുടെ എയർ പമ്പൊക്കെ ജസ്റ്റ് 8000, 10000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് അത്രയും വലിയ ഏരിയയിൽ വലിയ വലിയ കുളങ്ങളിലൊക്കെ എയറേഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രൈസിൻ്റെ കാര്യത്തിൽ എക്കണോമിക്കലാണ് എയർ പമ്പുകൾ. അതുപോലെ തന്നെ പവർ കൺസംഷൻ്റെ കാര്യമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 160 വാട്ടും 100 വാട്ടൊക്കെയാണ് മാക്സിമം വരുന്നത്. അത് ഉപയോഗിച്ചിട്ട് വലിയൊരു ഏരിയയിൽ തന്നെ നമുക്ക് എയറേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പല ആൾക്കാരും വലിയ കൃഷിയൊക്കെ ചെയ്യുന്നവർ കൂടുതലും എയർ പമ്പുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എയർ പമ്പുകൾ ഇങ്ങനെ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യില്ല, ഇതുപോലെ സബ്മേഴ്സിബിൾ പമ്പുകൾ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് മൾട്ടിപ്പിൾ കണക്ഷൻസ് എടുത്തിട്ട് പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എയർ പമ്പുകളിൽ നിന്നൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് വലിയ സ്പേസുകളിലൊക്കെ. എയർ പമ്പുകൾക്ക് പുറമെ യൂസ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഹെയിലിയ പോലുള്ള ബ്രാൻഡുകളെല്ലാം ഈ എയർ കംപ്രസറുകളും ഇറക്കുന്നുണ്ട്. എയർ കംപ്രസറുകൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല ഡെപ്ത് ഉള്ള ടാങ്കുകളിലാണ്. ആഴം കൂടുന്തോറും വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും ആഴത്തിൽ നിന്ന് നല്ല രീതിയിൽ എയർ പുഷ് ചെയ്യാനായിട്ട് എയർ കംപ്രസറുകൾക്കാണ് സാധിക്കുക. എയർ പമ്പുകൾക്ക് അത്രയും ഡെപ്തിൽ നിന്ന് എയർ പുഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം വെള്ളത്തിൻ്റെ പ്രഷർ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഡെപ്ത് കുറഞ്ഞ ടാങ്കുകളിലാണ് എയർ പമ്പുകൾ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് വലിയ സബ്മേഴ്സിബിൾ പമ്പുകളൊന്നും ഇത്തരത്തിലുള്ള വലിയ പോണ്ടുകളിലും കാര്യങ്ങളൊന്നും സ്യൂട്ടബിൾ അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പമ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും വലിയ ടാങ്കുകളിലൊക്കെ. അപ്പോൾ പവർ കൺസംഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെൻസ്, ഇത് വാങ്ങാനുള്ള ഇത് പർച്ചേസ് ചെയ്യാനുള്ള എക്സ്പെൻസും കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ സൺസൺ, ബോയു പോലുള്ള ബ്രാൻഡുകളൊന്നും അത്ര വലിയ സബ്മേഴ്സിബിൾ പമ്പുകളൊന്നും ഇറക്കുന്നില്ല. അത്രയും വലിയ പോണ്ടുകൾക്കായിട്ടൊന്നും സബ്മേഴ്സിബിൾ പമ്പുകൾ ഇറക്കുന്നില്ല. ഇനി അങ്ങനെ ഇറക്കിയാൽ തന്നെ അതിൻ്റെ പ്രൈസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇതുപോലെ കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വലിയ പോണ്ടുകളിലേക്കൊക്കെ സബ്മേഴ്സിബിൾ പമ്പുകൾ മൾട്ടിപ്പിൾ പീസുകൾ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും സബ്മേഴ്സിബിൾ പമ്പുകളാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ ടാങ്കിൻ്റെ സൈസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലവ് കൂട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരു പരിധി വരെ സൈസുള്ള ടാങ്കുകളിലൊക്കെ സബ്മേഴ്സിബിൾ പമ്പുകൾ സ്യൂട്ടബിൾ ആണ്. സൈസ് കൂടുന്തോറും എയർ പമ്പുകൾ തന്നെയാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്.